വൈഫിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടും, അല്ലേ ശാരദാമേ? പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി തരാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി എന്റെ മോളെ ഒരിക്കലും ആലോചിക്കില്ലായിരുന്നു. ഓ, ഇട്ട് മൂടാൻ പണം ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ നോക്കുന്ന എന്തിനാ സുരേന്ദ്രേട്ടൻ? എന്തായാലും ചന്ദ്രേട്ടൻ ഈ ബന്ധം ലോട്ടറി അടിച്ച പോലായി. ഈ കാണുന്ന ബംഗ്ലാവും കാറും സ്വത്തുമല്ല ഇനി അവർക്കുള്ളതല്ലേ? പെണ്ണെന്താ പരീക്ഷ എഴുതാൻ വന്നേക്കണവരെ പോലെ പേടിച്ചിരിക്കുന്നേ? ആൾക്കാരുമായിട്ട് ഇടപെട്ട ശീലമില്ലാതാ. നമ്മുടെ സാനി എങ്ങനെ ഇവരുടെ ഫാമിലിയിൽ അഡ്ജസ്റ്റ് ആവും? അതിനവൾ ഇത്തിരി പ്രയാസപ്പെടും. ശ്രീനി വാ. അമ്മേ, ഇതാണ് സനുവിന്റെ പയ്യൻ. നമസ്കാരം. നന്നായി വരട്ടെ മോനെ. വാ. അമ്മേ, ഇതാണ് സാനിയ. മോളെ, അനുഗ്രഹം വാങ്ങിക്കേ. വെരി നൈസ്. ഇത്രയും നല്ലൊരു ജോഡി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അനിയത്തിക്ക് വേണ്ടി നല്ലൊരു പയ്യനെ കണ്ടെത്താൻ കാണിച്ച ഉത്സാഹം സ്വന്തം കാര്യത്തിനില്ലാതെ പോയല്ലോ. നമുക്കിനി വൈകാതെ ചടങ്ങുകൾ തുടങ്ങിയാലോ? ഹലോ, ഹായ് ചാരു, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാനേ എന്റെ സിസ്റ്ററുടെ മാരേജുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനിലാ. ഹേയ് നോ, നീ പറഞ്ഞോ? സത്യത്തില് നീ എന്താ വിളിക്കാഞ്ഞതെന്ന് ഞാൻ ഓർത്തിരിക്കായിരുന്നു. അതൊക്കെ വിട്. എന്തായി നമ്മുടെ ദുബായ് ഷോയുടെ കാര്യം? ഇത്തവണെങ്കിലും എനിക്ക് സെലക്ഷൻ കിട്ടിയേ പറ്റൂ ചാരു. ഈ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയ that is gonna change my life. എന്നാ ഓഡിഷൻസ് ഒക്കെ ഫിക്സ് ചെയ്തേക്കുന്നേ? ഹലോ ഹലോ, എന്നാ പറഞ്ഞേ? ഹലോ ഹലോ ചോരു, കൃത്യസമയത്ത് ഓഫായത്. ഇതിന് ചവം കണ്ടൊരു നേരം. ഹലോ ഹലോ, ഫോണിന്റെ ബാറ്ററി കഴിഞ്ഞല്ലേ? ഹിയർ യു ക്യാൻ യൂസ് മൈ. സാരമില്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളെ വിളിച്ചോളാം. ഓക്കെ, ഇത് വേണ്ടെന്ന് പറയരുത്. നോ താങ്ക്സ്. ഗ്രേറ്റ്. എളുപ്പത്തിൽ പിടിതരാത്ത നിന്നെപ്പോലുള്ള സുന്ദരികളെയാണ് എനിക്കിഷ്ടം. ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു മോളെ. ഇത് ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങായ സ്ഥിതിക്ക് ഞങ്ങൾ തന്നെ തുടങ്ങാം. അക്ഷയ്, തുടങ്ങിക്കോ. ആദ്യത്തെ ചോദ്യം നീ തന്നെ ചോദിച്ചാ മതി. എന്നാ പിന്നെ ചോദ്യങ്ങൾ ഞാൻ തന്നെ ചോദിച്ചോളാം. മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ, ആദ്യം നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയൂ. നിങ്ങൾ ആരാണ്, എന്ത് ചെയ്യുന്നു? ഇതെന്ത് ചോദ്യമാണ്? ഞാൻ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്നല്ലേ? അതൊക്കെ ശരിയാണ്. എങ്കിലും നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ഐ എം എ ബിസിനസ്മാൻ. എനിക്ക് സ്വന്തമായി നിരവധി കമ്പനികളുണ്ട്. ഫാഷൻ, ടെക്സ്റ്റൈൽസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, കൺസ്ട്രക്ഷൻ, ഹോട്ടൽ, അങ്ങനെ എല്ലാം ഡീൽ ചെയ്യുന്നു. ശരി, നിങ്ങളെ പോലെ ഒരു ബിസിനസ്മാന്
വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം ചോദിക്കാം. ഒരു ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട്. ഒരു പെട്ടിയിൽ 32 ആപ്പിളുകളും ഉണ്ട്. ഓരോ കുട്ടിക്കും ഓരോ ആപ്പിൾ വീതം കൊടുക്കണം. അതിനെന്താ പ്രശ്നം? 32 കുട്ടികളുണ്ടെങ്കിൽ 32 ആപ്പിളും ഉണ്ടല്ലോ. അതത്ര എളുപ്പമല്ല ഗിരിധർ. കാരണം ഒരു ആപ്പിൾ പെട്ടിയിൽ ബാക്കി കാണുകയും വേണം. അല്ല, അത് എങ്ങനെ ശരിയാവും? 32 കുട്ടികൾ, 32 ആപ്പിൾ. ഓരോന്നും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടിയിൽ ഒരെണ്ണം എങ്ങനെ ബാക്കി വരാനാ? അത് വരണം മിസ്റ്റർ ഗിരിധർ. നിങ്ങളൊരു നല്ല ബിസിനസ്മാൻ ആണെങ്കിൽ അതെങ്ങനെ വരുത്തണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ദിസ് ഈസ് ഇംപോസിബിൾ. ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിനൊരു ബേസിക് ലോജിക് ഒക്കെ വേണ്ടേ? അതൊക്കെ ഉണ്ടല്ലോ. അതിനുത്തരം ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ തോൽവി സമ്മതിച്ചാലേ ഞാൻ ഉത്തരം പറയൂ. ശരി, ഞാൻ തോൽവി സമ്മതിച്ചു തന്നിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ കുട്ടിക്ക് 32ാമത്തെ ആപ്പിള് പെട്ടിയോടെ അങ്ങ് കൊടുത്തേക്കണം. തീർന്നില്ലേ പ്രശ്നം? എങ്ങനെയുണ്ട്? അടുത്തത് ഞാൻ ചോദിക്കാൻ പോണത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. എല്ലാവരുടെ കയ്യിലും ഒരുപോലെയുള്ള എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യം. അതെന്താ? ടൈം. സമയ ശരിക്കും ഉത്തരം. പക്ഷേ ചോദ്യം അതല്ല. സമയത്തിന്റെ വില ഇത്ര കൃത്യമായി തിരിച്ചറിയുന്ന നിങ്ങള് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ചില മാസങ്ങളിൽ 31 ദിവസങ്ങൾ ഉണ്ടാവും, ചിലതിൽ 30. എന്റെ ചോദ്യം, ഒരു വർഷത്തിൽ 28 ദിവസങ്ങളുള്ള എത്ര മാസങ്ങളുണ്ടെന്നാ? ഒരേ ഒരു മാസം. And it is called February. ഉത്തരം തെറ്റാണ്. വർഷത്തിലെ 12 മാസത്തിലും 28 ദിവസം ഉണ്ടല്ലോ ഗിരിധർ. 28 ദിവസം കഴിഞ്ഞിട്ടല്ലാതെ എങ്ങനെയാ 30ഉം 31ഉം ദിവസങ്ങൾ ഉണ്ടാവുന്നത്? ശരി, എന്നാൽ പറയൂ, കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു മിനിറ്റ്, ഞാനേ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. മതി, നിർത്തടാ. ഇനി പെണ്ണിനോട് ചോദ്യം ചോദിക്കാനുള്ള ഞങ്ങളുടെ ഊഴം. ആദ്യം പെൺകുട്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് സുമിത. ഞാൻ ലിറ്ററേച്ചറിൽ DBA എടുത്തിട്ടുണ്ട്. ഇപ്പോ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അതുകൂടാതെ 1-2 NGOകളുടെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ലവ് മൈ ഫാമിലി. അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഇച്ചിരി കൂടുതലാ. അതിന്റെ അഹങ്കാരം കൊണ്ട് മൊത്തം കാണാനുമുണ്ട്. ഞാൻ അവളുടെ അഹങ്കാരത്തിന്റെ മുനയടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നീ കണ്ടോ? അതെ, തലശ്ശേരി ചിക്കൻ ബിരിയാണി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കുട്ടിക്കറിയോ? ബിരിയാണി ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഞാനൊരു വെജിറ്റേറിയനാ. ഞാനൊരു മുട്ട പോലും കഴിക്കാറില്ല. അത് കൊള്ളാം. അപ്പോ നീ പുല്ലും വൈക്കോലും മാത്രമേ കഴിക്കൂന്ന് വെച്ചേ എന്റെ തക്കടുമോനെ അത് കഴിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്റെ പൊന്നച്ചമ്മേ, പ്ലീസ് ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ തക്കുടൂന്ന് വിളിക്കല്ലേ. നിനക്കറിയോ, എന്റെ തക്കടുമോനെ ചിക്കനും മീനും ഇല്ലാതെ ആഹാരം ഇറങ്ങത്തില്ല. അപ്പോ ഭർത്താവാകാൻ പോകുന്ന ആളിന്റെ ഭക്ഷണ രീതിയെ കുറിച്ച് കൊച്ചിനൊന്നും അറിയത്തില്ലേ? ഇല്ല, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ കുറച്ചേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഗിരിമോനെ എങ്ങനെ നന്നായി നോക്കും അത് പറ. ഒന്നാമത്, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ കരുതുന്നത്.
പിന്നെ ഒരുമിച്ചൊരു ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊരുത്തവും പൊരുത്തക്കേടുകളും ഇഷ്ടവും അനിഷ്ടവും എല്ലാം പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ഒരു മനസ്സുണ്ടാവുക, അതല്ലേ പ്രധാനം. അതെനിക്കുണ്ട്. അദ്ദേഹത്തിനും അതുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സാർ പറഞ്ഞതുപോലെ തന്നെ ജ്വല്ലറിയിൽ നിന്നും ടെക്സ്റ്റൈൽസിൽ നിന്നും ആളെത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. അതെ, സാരി ആഭരണങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും എടുത്തോളൂ കേട്ടോ. എങ്ങോട്ടാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ആരെ? എനിക്ക് കാണേണ്ടത് ഗിരിധർ നമ്പ്യാരെയാണ്. അതിന് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോന്ന്? ഇല്ല. എങ്കിൽ പിന്നെ സാറിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ പോണോ? എനിക്ക് അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ സാറിനെ നല്ല പരിചയമുണ്ട് എനിക്ക്. അതിന് സാറിനെ അറിയാത്തൊരു ചുരുക്കമായിരിക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപരിചിതരായ ആരെയും അകത്തോട്ട് കടത്തി വിട്ടരുതെന്ന ഓർഡർ. അതിന് ഞാൻ അപരിചിതയല്ലല്ലോ ചേട്ടാ. എനിക്ക് നിങ്ങളുടെ സാറിനെയും അദ്ദേഹത്തിന് എന്നെയും നന്നായിട്ട് അറിയാം. ഹായ്. ഗിരിയുടെ ലൈഫിൽ നടക്കുന്നതെല്ലാം ഭയങ്കര കൗതുകമുള്ള കാര്യങ്ങളാ. സാധാരണ എല്ലാ വീട്ടിലും ഒരു കല്യാണം വന്നാ എല്ലാരും കൂടെ വെഡിങ് പർച്ചേസിംഗ് എന്നും പറഞ്ഞിറങ്ങും. അലഞ്ഞു തിരിഞ്ഞ് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കും. ശരിയാ, ഇങ്ങനത്തെ ഏർപ്പാട് ഞാനാ വീട്ടാ കാണുന്നത്. ഏയ്, അങ്ങനെ കടകളിൽ കയറി ഇറങ്ങി നടന്നു വാങ്ങാന്നൊക്കെ പറഞ്ഞ അതൊക്കെ ബുദ്ധിമുട്ടല്ലടാ. അതുകൊണ്ടാ അമ്മയും നവ്യയും വേണോന്ന് പറഞ്ഞ എല്ലാത്തിന്റെയും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വീട്ടിലേക്ക് വരുത്താൻ ഞാൻ ഏർപ്പാടാക്കിയത്. സുമിമോളെ, ഞാൻ അന്ന് നിന്റെ അമ്മയോട് പറഞ്ഞപ്പോ അവക്ക് മനസ്സിലായില്ല. ഇതുപോലെ ട്രെൻഡി ആയ ഒരു സാരിയാ നിന്റെ കല്യാണത്തിന് നീ ഉടുക്കേണ്ടത്. ഈ കുടുംബത്തിലെ സ്ത്രീകളെ പറഞ്ഞു നെയ്തെടുപ്പിച്ച മംഗല്യപ്പട്ടുടുത്തേ കല്യാണ പന്തലിൽ കേറാറുള്ളൂ. എന്താ ഒരു ഭംഗി. ഞങ്ങളുടെ കുടുംബത്തിലെ മരുമക്കളൊന്നും ഇങ്ങനെ ജ്വല്ലറിയുടെ പരസ്യം പോലത്തെ ആഭരണങ്ങളൊന്നും ഇട്ട് നടക്കാറില്ല. സ്വർണ്ണം എന്ന് പറയുന്നതേ ഐശ്വര്യ. അതങ്ങനെ എല്ലാവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് വരില്ല. അതുകൊണ്ടാവും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നത് ലാളിത്യവാ. പണക്കൊഴുപ്പേ മനസ്സിൽ അഹങ്കാരമേ നിറയ്ക്കും. അമ്മമ്മേ വേണ്ട പ്ലീസ്. നിറകൊടുവാണെങ്കിൽ തുളുമ്പരുത്. അതാ ഞങ്ങളുടെ രീതി. ആ രീതികളൊന്നും ഇങ്ങോട്ടെടുക്കരുത്. അവിടെ തന്നെ വെച്ചാ മതി. ഈ കുടുംബത്തിന് അതിൻ്റെതായ രീതികളുണ്ട്, പാരമ്പര്യവും ഉണ്ട്. അച്ഛമ്മ മിക്കവാറും എന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഡിവോഴ്സ് വാങ്ങി തരുന്ന തോന്നുന്നു. ഈ രണ്ട് കിളവികളും കൂടി ഇങ്ങനെ തുടങ്ങിയാലേ അതിനിടയിൽപ്പെട്ട് നട്ടം തിരിയാൻ പോകുന്നതേ നമ്മളാ. അതെ, കാദംബരി മുത്തശ്ശി വന്ന കാരണം ഈ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയാ നഷ്ടം വേറെ ആർക്കുമല്ല കേട്ടോ, നമുക്കാ. ഒരു കണക്കിന് ഈ സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണെന്നാ എന്റെ അഭിപ്രായം. കല്യാണം എന്തായാലും മുടങ്ങാൻ പോകുന്നില്ല. പിന്നെ കാദംബരി മുത്തശ്ശിക്ക് സുമിതയെ തീരെ പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തില് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. ഗിരിധറും സുമിതയും തമ്മിൽ ഒരു രീതിയിലുള്ള അടുപ്പം ഇല്ലാതിരിക്കാൻ കാദംബരി മുത്തശ്ശിക്ക് അവളോടുള്ള വെറുപ്പ് ഗുണവേ ചെയ്യും.
ഒരു കല്യാണം എന്ന് പറയുന്നതേ രണ്ട് കുടുംബങ്ങളും തമ്മിൽ നടക്കുന്ന ഉടമ്പടിയാ. അവിടെ രണ്ടു കൂട്ടർക്കും തുല്യ സ്വാതന്ത്ര്യം ഉണ്ടാവണം. വീട്ടിൽ വന്നിട്ടാണോ ഇങ്ങനെ ഷോ കാണിക്കണേ? തുല്യോ? ആ വാക്ക് ഏതർത്ഥത്തിലാ നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെട്ടത്? ഞങ്ങളെ കിഴക്കേപ്പാട്ട് നമ്പ്യാമാരാ. അച്ഛമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ കുടുംബം കിഴക്കേപ്പാട്ടുകാർ ഒരുപടി മുന്നിൽ തന്നെയാ. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളെ ഒരു കാലത്തും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ദൈവത്തെ ഓർത്ത് ഒന്ന് നിർത്താവോ പ്ലീസ്? ആരും ആർക്കും ഒന്നും വിട്ടുകൊടുക്കണ്ട. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ ഒരു ചെറിയ അഭിപ്രായമാണ്. ഒരു കല്യാണത്തിന്റെ വിഷയത്തില് രണ്ട് വീട്ടുകാർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും ഒരു കൂട്ടര് വിട്ടുവീഴ്ച ചെയ്യുകയാണ് സാധാരണഗതിയില് ഒരു പോംവഴി. പക്ഷെ ഇവിടെ സത്യത്തിൽ അതിന്റെ ആവശ്യം കൂടിയില്ല. ആരും ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടു കുടുംബങ്ങളുടെയും ഇഷ്ടങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ടല്ലോ. രണ്ട് കല്യാണങ്ങളല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്. അവരവരുടെ മരുമകളുടെ കാര്യത്തില് എന്ത് വേണം, എങ്ങനെ വേണം എന്നൊക്കെ അവരവര് തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ. എന്നുവെച്ചാ എന്റെ കാര്യത്തില് എല്ലാ തീരുമാനങ്ങളും അച്ഛമ്മ എടുത്തോളൂ. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വരാൻ പോകുന്ന സാനിയുടെ കാര്യത്തില് എന്റെ അമ്മമ്മയുടെ ഇഷ്ടങ്ങൾ നടന്നോട്ടെ. രണ്ട് മുത്തശ്ശിമാരും അവരവരുടെ മരുമകൾക്ക് വേണ്ടി സാധനങ്ങൾ സെലക്ട് ചെയ്തോളൂ. അവരവരുടെ ആഗ്രഹപ്രകാരം മരുമക്കളെ ഒരുക്കിക്കോട്ടെ. അപ്പൊ പ്രശ്നം സോൾവ് ആയില്ലേ? ഗ്രേറ്റ്. ദ പെർഫെക്റ്റ് സൊല്യൂഷൻ. അച്ഛമ്മ എന്ത് പറയുന്നു? അപ്പറഞ്ഞതൊരു നല്ല കാര്യം തന്നെയാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അത് ന്യായം. അപ്പോ എനിക്ക് സമ്മതം. ഒക്കെ തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പ്ലീസ് ദയവായി എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിവിടണം. എനിക്ക് നിങ്ങളുടെ സാറിനോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് അദ്ദേഹത്തിനോട് ഗുണമുള്ള കാര്യങ്ങളാ. ഇനിയും വൈകിയ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാ. പ്ലീസ്. ശരി, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം. നിങ്ങളോട് വെയിറ്റ് ചെയ്യും. സർ, സെക്യൂരിറ്റി ലൈനിലുണ്ട്. അത്യാവശ്യമാണെന്നാ പറഞ്ഞേ. ഹലോ സാറേ, സാറിനെ കാണാൻ ഇവിടെ ഒരു സ്ത്രീ വന്നിപ്പോണ്ട്. സാറിനെ കണ്ടേ പറ്റുമെന്ന് വാശി പിടിക്കുക. ആരാണ്? അതൊന്നും പറഞ്ഞില്ല. അവർക്ക് സാറിനെ അറിയാന്ന് പറഞ്ഞു. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞേ. എന്താ അവരുടെ പേര്? അതൊന്നും പറഞ്ഞില്ല സാറേ. പിന്നെ എന്താണോ തന്റെ പണി? ശരി, അവർക്ക് ഫോണൊന്ന് കൊടുക്കും. ഒന്നിങ്ങി വന്നേ. ഹലോ ഗിരി, ഇത് ഞാനാ, പ്രതീക്ഷ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്തോന്നും മിണ്ടാത്തെ? ഞാനിവിടെ എത്തി, നിങ്ങളുടെ പടിവാതിൽ വരെ എത്തി. ഇനി മുഖാമുഖം കാണാതെ, കിട്ടേണ്ട മറുപടികൾ കിട്ടാതെ ഞാൻ മടങ്ങി പോകുമെന്ന് കരുതണ്ട. എനിക്ക് ദേഷ്യം വന്നാ എങ്ങനെ ഇരിക്കും നിനക്ക് അറിയാലോ. എനിക്ക് എന്നെ തന്നെ പിടിച്ചാ കിട്ടിയെന്ന് വരില്ല. ഞാൻ അരുതാത്ത എന്തെങ്കിലും ചെയ്തു പോകുന്നതിന് മുൻപ് സ്ഥലം വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ല, അങ്ങനെ പോവാനല്ല എന്റെ ഈ വരവ്.